ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വണ്ടിയുടെ സ്ക്രാച്ച് വളരെ സിമ്പിളായിട്ട് എങ്ങനെ മാറ്റാമെന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിലെ സ്ക്രാച്ചാണ് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ സ്ക്രാച്ച് ഉണ്ട്. ക്ലിയർ കോട്ടിൻ്റെ മുകളിൽ ജസ്റ്റ് ആയി വരുന്ന സ്ക്രാച്ച്, അതായത് വല്ലാതെ ഡീപ്പായിട്ട് പോകാത്ത സ്ക്രാച്ച് കേട്ടോ. അപ്പോൾ ഡീപ്പാത്ത സ്ക്രാച്ച് എന്ന് നിങ്ങൾക്ക് കൈ കൊണ്ട് തൊട്ടാൻ അറിയാം, ശരിക്കും ഒരു ചാലായിട്ടുണ്ടാവും. പിന്നെ സ്ക്രാച്ച് ആയ സ്ഥലത്ത് കുറച്ചൊരു ഗ്രൂ കട്ടിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ക്രാച്ചുകൾ നമ്മൾ എന്ത് തന്നെ ചെയ്താലും റീപെയിൻറ്റ് ചെയ്യാതെ പോകില്ല. അതിന് ഓൺലൈനിലൊന്നും ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഓൺലൈനിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട്, സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് റിമൂവ് ആകുന്നുള്ളത്. അത് ഒരിക്കലും ആ ഒരു പൈസ നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഞാൻ പറയുന്ന ഒരു മെത്തേഡിൽ സ്ക്രാച്ച് പോകുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല ഇതിൽ സ്ക്രാച്ച് പോകുന്നില്ല എങ്കിൽ പിന്നെ റീപെയിൻറ്റ് ചെയ്യാൻ തന്നെ നിർബന്ധമായിരിക്കും. പിന്നെ തൽക്കാലം നമ്മൾ വൈറ്റ് വണ്ടിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിലുള്ള ഒരു മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ്, അതായത് സ്ക്രാച്ചൊക്കെ ഒന്ന് കളഞ്ഞ് കളർ മാറ്റിയെടുക്കാമെന്നല്ലാതെ ഒരു താൽക്കാലികമായിട്ട് ഒരു ടെമ്പററി ആയിട്ട് സൊല്യൂഷനാണത്. അതല്ല പുറത്ത് ക്ലിയറിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് വരുന്ന സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്ത് കളയാൻ പറ്റും. അതല്ല എങ്കിൽ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ വൃത്തിയാവും. അത് വീണ്ടും മണ്ണാകുന്ന സമയത്ത് അല്ലെങ്കിൽ ചെളിയാകുന്ന സമയത്ത് സ്ക്രാച്ച് തെളിഞ്ഞ് കാണും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കോൾഗേറ്റ് പേസ്റ്റാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരിക കേട്ടോ. ഇതിവിടെ ശരിക്കും കട്ടായിട്ടുണ്ട്. എന്താ ഉണ്ടോ, കട്ടായി പോയിട്ടുണ്ട്. അതൊക്കെ ചെറുങ്ങനെ കട്ടായി പോയിട്ടുണ്ട്. എന്നാലും എനിക്കിത് വൃത്തിയാക്കാൻ പറ്റും, തൽക്കാലമായിട്ട് വൃത്തിയാക്കാൻ പറ്റും. വേറെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കേണ്ട, വീട്ടിലുള്ള കോൾഗേറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. കാണിച്ചു തരാം. അല്ലേ, അപ്പോൾ ആ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചിൽ നിന്ന് ആ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ, മറ്റേ വണ്ടിയുടെ യെല്ലോ പെയിൻറ്റ് ആണിത്. ഇത് നിങ്ങൾക്ക് ശരിക്കും ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് വെള്ളം കൊണ്ടൊന്ന് കഴുകുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ച് ആയിട്ടില്ല എങ്കിൽ, ഇപ്പോൾ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചുകളായിട്ടില്ല, ഈ പേസ്റ്റ് കൊണ്ട് ശരിക്കും ഉരച്ച് ശരിക്കും റബ്ബ് ചെയ്ത് സർക്കുലർ മോഷനിൽ ഇങ്ങനെ ഇത് കൂട്ടി വരച്ച് കളഞ്ഞിട്ട് 60 രൂപയ്ക്കൊരു വാക്സ് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ 60 രൂപയ്ക്കൊരു പിന്നെ 3Mൻ്റെയോ അതല്ലെങ്കിൽ വേറെ മോട്ടോമാക്സിൻ്റെ സിമ്പിളായിട്ട് വാക്സ് കിട്ടി ജസ്റ്റ് ഒന്ന് വരച്ചിട്ടും തൂത്ത് കളഞ്ഞാൽ ശരിക്കും ഒരു ഗ്ലേസിങ് നിലനിൽക്കും കേട്ടോ. വേറെ ഒരു പ്രൊഡക്റ്റിന് പറയുമ്പോൾ പോകേണ്ട കാര്യമില്ല. കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡീപ്പായിട്ട് പോയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള സ്ക്രാച്ചിനൊന്നും ഓൺലൈനിൽ നിന്നും വാങ്ങിയിട്ടത്, അങ്ങനെയുള്ള സ്ക്രാച്ചൊന്നും ഓൺലൈനിൽ പോയിട്ട് എന്ത് വാങ്ങിച്ചിട്ടും കാര്യമില്ല. അതായത് പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ പെയിൻറ്റ് നമ്മൾ ചെയ്യുക തന്നെ വേണം കേട്ടോ. ഉണ്ടല്ലേ, സത്യത്തിൽ ഇവിടെയൊക്കെ ജസ്റ്റ് പോയിട്ടുണ്ട്, ഉള്ളിലേക്ക് ജസ്റ്റ് പോയിട്ടുണ്ട്. എന്നാലും കുറച്ച് വെള്ളം കൂടി കൂട്ടി കഴുകി കളഞ്ഞാൽ ഇവിടെ ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. എന്നാലും അഴുക്ക് പോയി ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ഇതാ ഇപ്പോൾ പെട്ടെന്ന് സ്ക്രാച്ച് ഉണ്ടോയെന്ന് അറിയില്ല, വൃത്തിയായിട്ടുണ്ട്. പക്ഷെ വീണ്ടും മണ്ണോ അല്ലെങ്കിൽ ചളിയൊന്നും ഇടയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് തെളിഞ്ഞ് കാണും കേട്ടോ. അപ്പം ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പെയിൻറ്റിൻ്റെ വെളിയിലുണ്ടാകുന്ന പെയിൻറ്റിൻ്റെ വെളിയിൽ വലിയ പെയിൻറ്റിന് പോറില്ലാത്ത രീതിയിലുള്ള ഏത് സ്ക്രാച്ചും കളയാൻ കഴിയും. നിങ്ങൾ വേറെ അതിന് പൈസ കൊടുത്തിട്ട് ഒരു സാധനവും വാങ്ങിക്കേണ്ട കാര്യമില്ല. ശരിക്കും കഴുകി കളഞ്ഞിട്ട് ഇനി ഡാർക്ക് കളർ വല്ലതും ആണെങ്കിൽ, ഈ ബ്ലാക്ക് കളറൊക്കെ ആണെങ്കിൽ ജസ്റ്റ് 60 രൂപ കൊടുത്തിട്ട് വാക്സ് വാങ്ങുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുകൊണ്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കോട്ടൺ നിന്ന് തുടച്ച് കളഞ്ഞാൽ ആ ഗ്ലേസിങ് അതേമാതിരി ഉണ്ടാവും. വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.